ശ്രീഹരിയം ദശകം 5 വിരാട് പുരുഷോത്പത്തി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ബ്രഹ്മപ്രളയകാലത്ത് ത്രിഗുണങ്ങൾ അനങ്ങാതായി മായാദേവി ബ്രഹ്മത്തിങ്കൽ ലയിച്ചു ചേർന്നു. മൃത്യുവില്ല, മോക്ഷമില്ല, രാത്രിയില്ല, പകലില്ല, ചിദാനന്ദ സ്വരൂപമായി ഭഗവാൻ മാത്രം. പ്രളയത്തിൽ കാലകർമ്മ സത്വരജസ്തമസുകൾ പ്രണവസ്വരൂപ നിന്നിൽ ലയിച്ചു ചേർന്നു. ആകാശകുസുമതുല്യ കാലകർമാദികളെല്ലാം അസത്വത്തിൽ കാരണമായി പുനർജനിച്ചു. രണ്ടു പരാർത്ഥം വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഭവാൻ സുസൃക്ഷസ്വരൂപിയായി മായ ക്ഷോഭിച്ചു. മായാശക്തിയിൽ നിന്നും കാലശക്തി തെളിഞ്ഞു പോയി. മായയ്ക്കു സഹായമായി ത്രിഗുണങ്ങളും മായ സന്നിധാനം ചെയ്തും മായയിൽ കടക്കാതെയും മംഗളസ്വരൂപിയായി സാക്ഷിയായി ഭവാൻ. മായയിൽ പ്രതിബിംബമായി അവിടുത്തെ പ്രേരണയാൽ മഹാതത്വമാകും ബുദ്ധി തത്വം സൃഷ്ടിച്ചു. സത്വരജസ്തമസാദി നിറഞ്ഞൊരീ മഹത്തത്വം സത്വഗുണപ്രധാനമാണെന്നറിയുക. വിഷ്ണുവിൻ്റെ പ്രേരണയാൽ തമോ ഗുണഭാവമേറും അഹങ്കാരമെന്ന തത്വം സൃഷ്ടിക്കപ്പെട്ടു. സാത്വികമാം അഹങ്കാരത്തിങ്കൽ നിന്നും ജനിച്ചല്ലോ ജ്ഞാനത്തിനു കാരണമാം ഇന്ദ്രിയങ്ങളും. കർമ്മേന്ദ്രിയങ്ങളാകുന്ന കാലും കയ്യും വാക്കും പിന്നെ ഇന്ദ്രിയാധിഷ്ഠിതാക്കളാം ദേവജനവും. സർവവ്യാപിൻ ജനിച്ചല്ലോ അവിടുത്തെ പ്രേരണയാൽ മനോബുദ്ധി അഹങ്കാരം ചിത്താദികളും. രാജസത്തിൽ നിന്നും പിന്നെ 10 ഇന്ദ്രിയങ്ങളുണ്ടായി. താമസത്തിൽ നിന്നും ശബ്ദം പിറവി കൊണ്ടു. ശബ്ദത്തിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്നും സ്പർശം വായുരൂപം തേജസ്സും രസാദികളും ജലഗന്ധഭൂമികളും സൃഷ്ടി ചെയ്തു മാധവാനി. താമസത്തിൽ നിന്നും ഭൂത സമൂഹത്തെയും. ഇവർക്കാർക്കും ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുവാനാകായകയാൽ ഇന്ദ്രദേവ പൂജിതനാം ദേവദേവേശൻ തത്വങ്ങളിലേക്കുമെല്ലേ കടന്നിട്ടു സൃഷ്ടി ചെയ്തു. സ്വർണമയ രൂപമാകും അണ്ഡവും തഥാ. ആദ്യ സൃഷ്ടിയാകുന്നോരാ കാരണജലത്തിങ്കലായി 1000 സംവത്സരങ്ങൾ കിടന്നു അണ്ഡം. 14 ഭുവനത്തിൽ വിരാട് രൂപനായ ഭവാൻ പതിതനാമെൻ്റെ രോഗം ശമിപ്പിക്കണേ. നാരായണ 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 വാതാലയേശ.